ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. ജനാധിപത്യത്തിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തത്തിന് ഭരണഘടനയിൽ സുപ്രധാന സ്ഥാനം നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്പേസ് ഡോക്കിംഗിൽ വിജയം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയെന്നും പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ അദ്ദേഹം പറഞ്ഞു. 18 വർഷം മുൻപ് സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടും ഇന്നും ജനങ്ങളെ സേവിക്കുന്ന കവരത്തിയിലെ നഴ്സ് ശ്രീമതി കെ ഹിന്ദുംബിയുടെ പ്രവർത്തനങ്ങളെയും പാരിസ്ഥിതിക അവബോധത്തിനായി നാടൻ പാട്ടെഴുതുന്ന ലക്ഷദ്വീപിലെ ശ്രീ കെ ജി മുഹമ്മദിനെയും മൻ കി ബാത്തിന്റെ 118ാം പതിപ്പിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. പ്രഥമ ഖോ ലോകകപ്പ് വനിതാ കിരീടം ഇന്ത്യയ്ക്ക്. ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ നേപ്പാളിനെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള പുരുഷ വിഭാഗം ഫൈനൽ മത്സരം പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഡൽഹിക്ക് മടങ്ങി. യാത്രാമധ്യേ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ശ്രീ ധൻഖറിനും ഭാര്യയ്ക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ദുരിതാശ്വാസമേകുക എന്നതിനപ്പുറം ആളപായരഹിത സമീപനത്തിലേക്ക് രാജ്യത്തെ ദുരന്ത നിവാരണ പ്രവർത്തനം മാറിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 20ാം സ്ഥാപക ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം കവചം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ജില്ലകളിൽ സ്ഥാപിച്ച സൈറൺ മുന്നറിയിപ്പ് സംവിധാനവും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ വൈകിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ സൈറൺ മുഴങ്ങും. ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം നിലവിൽ വന്നു. നിശ്ചിത സമയത്തിനും 3 മണിക്കൂർ വൈകിയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ഇന്ന് മോചിപ്പിക്കേണ്ട ബന്ദികളുടെ പട്ടിക ലഭിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വാഷിംഗ്ടൺ DC-യിൽ ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30-ഓടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ തീപിടുത്തം. സെക്ടർ 19-ലാണ് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. കൂടാരത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെയുണ്ടായ തീ സമീപത്തെ മറ്റു കൂടാരങ്ങളിലേക്ക് പടർന്നതായാണ് സൂചന. മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് ശബരിമല നട നാളെ രാവിലെ 6:30 ശേഷം അടയ്ക്കും. നാളെ രാവിലെ പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനം. കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കാരുണ്യ വഴി അടിയന്തരമായി മരുന്നെത്തിക്കാനും മരുന്ന് കമ്പനികൾക്ക് നിലവിലുള്ള കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കാനുമുള്ള നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. ബോളിവുഡ് താരം സൈഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷെഹ്സാദ് എന്നയാളെ മഹാരാഷ്ട്രയിലെ താനെയിൽ അറസ്റ്റ് ചെയ്തു. പ്രതിയെ 5 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പത്തനംതിട്ട ഓമല്ലൂരിൽ 2 വിദ്യാർത്ഥികൾ അച്ചൻകോവിലാറ്റിൽ മുങ്ങിമരിച്ചു. ഇലവുംതുട്ട സ്വദേശി ശ്രീശരൺ, ഓമല്ലൂർ ചീക്കനാൽ സ്വദേശി ഏബൽ എന്നിവരാണ് മരിച്ചത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ICC അണ്ടർ-19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് ജയം. ക്വാലാലംപൂരിൽ നടന്ന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ 44 റൺസിന് വെസ്റ്റ് ഇൻഡീസ് പുറത്താവുകയായിരുന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണയും ചൈനീസ് കൂട്ടാളി ഷുവായ് ഷാങ്ങും മിക്സഡ് ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. വനിതാ സിംഗിൾസിൽ ബെലറൂസിന്റെ അരീന സെബലങ്കയും അമേരിക്കയുടെ കോക്കോ ഗൌഫും ക്വാർട്ടറിൽ കടന്നു. പുരുഷ വിഭാഗം ക്വാർട്ടറിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കരാസും സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചും ഏറ്റുമുട്ടും. ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് മുതൽ ബേപ്പൂർ തുറമുഖം വരെയുള്ളവയുടെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന ബൃഹത് ടൂറിസം പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. പദ്ധതിക്ക് 100 കോടി രൂപ കേന്ദ്രം അനുവദിച്ചതായി മന്ത്രി പറഞ്ഞു. മലയാളത്തിന്റെ പ്രിയ കവയത്രി സുഗതകുമാരിയുടെ 1 വർഷക്കാലം നീണ്ട നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് 4 ദിവസം നീളുന്ന സുഗതോത്സവം പരിപാടിക്ക് ആറന്മുളയിൽ തുടക്കമായി. സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ബുധനാഴ്ച നിർവഹിക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025-ൽ 22 വ്യത്യസ്ത ബ്രാൻഡുകളുടെ 56 പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. വിവിധ നൂതന വാഹനങ്ങൾ, സൂപ്പർ ബൈക്കുകൾ, കാറുകൾ, ബസ്സുകൾ, ആംബുലൻസുകൾ തുടങ്ങി അത്യാധുനിക ഗതാഗത സംവിധാനങ്ങൾ പ്രദർശനത്തിനെത്തി.
ആലപ്പുഴ ജില്ലയിലെ ചേർത്തല അർത്തുങ്കൽ ആൻഡ്രൂസ് ബസിലിക്കയിലെ തിരുനാളിനോടനുബന്ധിച്ച് ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി. എന്നാൽ പൊതുപരീക്ഷകൾ മുൻനിശ്ചയപ്രകാരം നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.